സേവ് ആൻഡ് ഡൺ. ഇങ്ങനെയാണ് ഒരു യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ ഫോണിലോ പി സിയിലോ യൂട്യൂബ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി കഴിഞ്ഞ ഒരു മാസമായി യൂട്യൂബ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് പുതിയ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതൊക്കെ കൊടുക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം. സോ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് വീഡിയോ അപ്ലോഡിംഗ് ഗൈഡാണ് ഈ വീഡിയോ. വീഡിയോ അപ്ലോഡിങ്ങിന്റെ A to Z നമ്മൾ ഈ വീഡിയോയിൽ 10 മിനിറ്റിനുള്ളിൽ പറയാൻ പോവാണ്. നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൾസോ വീഡിയോയുടെ എൻഡിൽ നിങ്ങളുടെ വീഡിയോ അപ്ലോഡിംഗ് പെട്ടെന്നാവാൻ നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇനി വീഡിയോ അപ്ലോഡിങ്ങിനെ പറ്റിയിട്ട് വേറൊരു വീഡിയോ കാണേണ്ട ആവശ്യമേ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഫോണിലാണെങ്കിൽ നിങ്ങൾക്ക് 2 രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഒന്നുകിൽ studio.youtube.com എന്ന് പറഞ്ഞ സൈറ്റിൽ പോയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ യൂട്യൂബ് ആപ്പും യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പും ഉപയോഗിച്ചിട്ട് ചെയ്യാം. നിങ്ങൾ ഫോൺ ഉപയോഗിച്ചാലും പി സി ഉപയോഗിച്ചാലും ആദ്യത്തെ മെത്തേഡ് സെയിം ആണ്. പക്ഷേ ഫോണിൽ ഒരു ചെറിയ മാറ്റം വരുത്തേണ്ടി വരും. ആദ്യം ക്രോം ബ്രൗസറിൽ പോയിട്ട് studio.youtube.com എന്ന സൈറ്റിൽ പോവുക. നിങ്ങൾ ക്രോം ബ്രൗസർ എപ്പോഴും ഡിഫോൾട്ട് ബ്രൗസർ ആക്കി വെക്കുന്നതായിരിക്കും നല്ലത്. അതിൽ പോകുമ്പോൾ യൂസ് മൊബൈൽ ആപ്പ് ആൻഡ് കണ്ടിന്യൂ ടു സ്റ്റുഡിയോ എന്ന് 2 ഓപ്ഷൻ കാണാം. അതിൽ കണ്ടിന്യൂ ടു സ്റ്റുഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ പി സിയിൽ എങ്ങനെയാണോ യൂട്യൂബ് സ്റ്റുഡിയോ ഉള്ളത് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കിട്ടും. അപ്പോൾ ബാക്കി നമുക്ക് പി സിയിൽ കാണിച്ചു തരാം. യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയാൽ നിങ്ങൾക്ക് മുകളിൽ ക്രിയേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് വീഡിയോസ് സെലക്ട് ചെയ്യുക. ഇനി വരുന്ന എല്ലാ സ്റ്റെപ്സിനും നമ്മൾ പറയുന്നത് അപ്ലോഡ് ഫ്ലോ എന്നാണ്. അടുത്ത് വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ സെലക്ട് ഫയൽസ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഡിവൈസിൽ എവിടെയാണോ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ഇരിക്കുന്നത് അത് സെലക്ട് ചെയ്യുക. അടുത്തത് വീഡിയോ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള സ്ഥലമാണ്. ഇവിടെ വീഡിയോയുടെ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, തംബ്നെയിൽ ഒക്കെ കൊടുക്കാം. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ തംബ്നെയിൽ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ വെരിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്ന് അറിയാൻ ഈ വീഡിയോ കണ്ടാൽ മതി. ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. യൂട്യൂബ് ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്ന തംബ്നെയിൽ ഓപ്ഷൻസ് ആണ് ഇത്. ഇതിൽ ഏതെങ്കിലും മതിയെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നിങ്ങളൊരു തംബ്നെയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാൻ അപ്ലോഡ് തംബ്നെയിൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ തംബ്നെയിൽ ഫയൽ നിങ്ങളുടെ ഡിവൈസിൽ എവിടെയാണോ അത് പോയി സെലക്ട് ചെയ്താൽ മതി. ഓൾസോ താഴെ വീഡിയോ ഏതെങ്കിലും പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വീഡിയോസിനെ ഗ്രൂപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് പ്ലേലിസ്റ്റ്. സോ ഈ വീഡിയോ പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ചാനലിൽ ഇതുവരെയുള്ള എല്ലാ പ്ലേലിസ്റ്റുകളും ഇവിടെ കാണാം. ഇനി പുതിയൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ന്യൂ പ്ലേലിസ്റ്റ് ഓപ്ഷനിൽ പോവുക. ഇവിടെ നിങ്ങളുടെ പ്ലേലിസ്റ്റിന് ഒരു ടൈറ്റിൽ കൊടുക്കുക. പിന്നെ വിസിബിലിറ്റി സെലക്ട് ചെയ്യുക. വിസിബിലിറ്റിയെ പറ്റി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം ഇത് പബ്ലിക് ആയി വെച്ചാൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ യൂട്യൂബിൽ എല്ലാവർക്കും നിങ്ങളുടെ പ്ലേലിസ്റ്റ് കാണാം. അത് കഴിഞ്ഞാൽ ക്രിയേറ്റ്, പിന്നെ ആ പ്ലേലിസ്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡൺ കൊടുത്താൽ നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ ആ പ്ലേലിസ്റ്റിൽ വരും. പിന്നെ ഓഡിയൻസ് സെക്ഷനിൽ നിങ്ങളുടെ വീഡിയോ മെയ്ഡ് ഫോർ കിഡ്സ് ആണോ അല്ലേ എന്ന് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം. ഇവിടെ ചിലർ മെയ്ഡ് ഫോർ കിഡ്സ് വീഡിയോ ആണെങ്കിലും നോ എന്ന് വെറുതെ കൊടുക്കും. എന്നിട്ട് പറയും ഞാൻ മെയ്ഡ് ഫോർ കിഡ്സ് നോ ആണ് കൊടുത്തത്, എന്നിട്ടും എൻ്റെ വീഡിയോ മെയ്ഡ് ഫോർ കിഡ്സ് ആയിന്ന്. ഇവിടെ നോ കൊടുത്തോണ്ട് മാത്രം നിങ്ങളുടെ വീഡിയോ മെയ്ഡ് ഫോർ കിഡ്സ് ആവാതിരിക്കില്ല. യൂട്യൂബ് എല്ലാ വീഡിയോസും ചെക്ക് ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങളുടെ വീഡിയോ മെയ്ഡ് ഫോർ കിഡ്സ് ആയിട്ടും നിങ്ങൾ നോ കൊടുത്തോണ്ടിരുന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു $40,000 ഫൈൻ വരെ വരാൻ ചാൻസ് ഉണ്ട്. ഇത് US ക്രിയേറ്റേഴ്സിനെ മാത്രം ബാധിക്കുന്ന കാര്യമാണെന്നും പറയുന്നുണ്ട്. എന്താണെങ്കിലും ബി കെയർഫുൾ. ഏജ് റെസ്ട്രിക്ഷൻ അഡ്വാൻസ്ഡ് എന്ന ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ക്ലിക്ക് ചെയ്താൽ 18 വയസ്സിന്റെ താഴെയുള്ളവർക്ക് ഇത് റെസ്ട്രിക്റ്റ് ചെയ്യണോ എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ 18+ ആണെങ്കിൽ അത് യെസ് കൊടുക്കാം. ഇത് ചെയ്താൽ ചിലപ്പോൾ ഈ വീഡിയോയുടെ മോണറ്റൈസേഷൻ കംപ്ലീറ്റ് ആയിട്ട് പോകും, അല്ലെങ്കിൽ ലിമിറ്റഡ് മോണറ്റൈസേഷൻ മാത്രമേ കിട്ടുള്ളൂ. അത് നിങ്ങളുടെ വീഡിയോ എത്രത്തോളം 18+ ആണ് എന്നതിനനുസരിച്ചിരിക്കും. പിന്നെ താഴെ ഷോ മോറിൽ പോയാൽ പെയ്ഡ് പ്രൊമോഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ വീഡിയോയിൽ എന്തെങ്കിലും സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രം ഇത് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. ഇത് കഴിഞ്ഞാൽ അപ്ലോഡ് ഫ്ലോയിലെ പുതിയ ഫീച്ചറാണ് ഓട്ടോമാറ്റിക് ചാപ്റ്റേഴ്സ്. ഇത് എനേബിൾ ചെയ്താൽ നിങ്ങളുടെ വീഡിയോ എലിജിബിൾ ആണെങ്കിൽ യൂട്യൂബ് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ വീഡിയോയിൽ ചാപ്റ്റേഴ്സ് ആഡ് ചെയ്യും. ചാപ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ വീഡിയോ ഇതുപോലെ പല സെക്ഷൻ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് എത്രത്തോളം അക്യുറേറ്റ് ആവുമെന്നോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ വരുമെന്നോ ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് ഇതുവരെ ഒരു ചാപ്റ്റർ പോലും ഇത് ഓൺ ആക്കിയിട്ട് കിട്ടിയിട്ടില്ല. സോ നമ്മൾ തന്നെ മാനുവൽ ആയിട്ട് വീഡിയോ ചാപ്റ്റേഴ്സ് ആഡ് ചെയ്യുന്നതായിരിക്കും ഓൾവേസ് നല്ലത്. അതെങ്ങനെ ചെയ്യാന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഇതിന്റെ താഴെയാണ് ടാഗ്സ് ഇടാനുള്ള ഓപ്ഷൻ. ഇവിടെ ഇപ്പൊ ഞാൻ ഒരു ടാഗ്സും കൊടുക്കുന്നില്ല. അതിന്റെ കാരണം അറിയാൻ ടാഗ്സ് എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് അല്ല എന്ന് ഞാൻ വിത്ത് പ്രൂഫ് ചെയ്ത ഈ വീഡിയോ കണ്ടാൽ മതി. അടുത്തത് ലാംഗ്വേജ് ആൻഡ് ക്യാപ്ഷൻ സർട്ടിഫിക്കേഷൻ. ഇവിടെ നിങ്ങളുടെ വീഡിയോ ലാംഗ്വേജ് കൊടുക്കുക. ഞാനിവിടെ മലയാളം കൊടുക്കുകയാണ്. പിന്നെ ക്യാപ്ഷൻ സർട്ടിഫിക്കേഷൻ നിങ്ങളുടെ വീഡിയോ US ടെലിവിഷനിൽ 2012 സെപ്റ്റംബറിന് ശേഷം വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കേണ്ട കാര്യങ്ങളാണ്. എൻ്റെ വീഡിയോസ് ഒന്നും ഒരു US പോയിട്ടില്ല, അതുകൊണ്ട് നണ്ണ് കൊടുത്താൽ മതി. അടുത്തത് റെക്കോർഡിംഗ് ഡേറ്റ് ആൻഡ് ലൊക്കേഷൻ. ഇത് നിങ്ങൾ ട്രാവൽ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഹെൽപ്ഫുൾ ആവും. നിങ്ങൾ പോയ സ്ഥലത്തിന്റെ ലൊക്കേഷൻ ഇവിടെ കൊടുത്താൽ മതി. ലൊക്കേഷൻ ബേസ്ഡ് സെർച്ചിൽ നിങ്ങളുടെ വീഡിയോസ് റാങ്ക് ആവും. റെക്കോർഡിംഗ് ഡേറ്റ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, എന്നാലും ഇതൊന്ന് കൊടുത്തേക്കൂ. ഇതിന്റെ യൂട്യൂബ് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ലൈസൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സെക്ഷനിൽ സ്റ്റാൻഡേർഡ് ലൈസൻസ് ആണ് എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത്. ക്രിയേറ്റീവ് കോമൺസ് ലൈസൻസ് എടുത്താൽ നിങ്ങളുടെ വീഡിയോസ് ആർക്ക് വേണമെങ്കിലും കോപ്പിറൈറ്റ് ഇല്ലാതെ യൂസ് ചെയ്യാം. പിന്നെ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് എവരിവെയർ എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അലോ എംബഡിംഗ് എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ആൾക്കാർക്ക് അവരുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ വീഡിയോസ് ഇതുപോലെ കൊടുക്കാം. ഇതുവഴി അവരുടെ സൈറ്റിൽ ട്രാഫിക്കും വ്യൂസും വരുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ വ്യൂസും കൂടും. അതിന്റെ താഴെ പബ്ലിഷ് ടു സബ്സ്ക്രിപ്ഷൻ ഫീഡ് ആൻഡ് നോട്ടിഫൈ സബ്സ്ക്രൈബേഴ്സ് എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ വീഡിയോസ് സബ്സ്ക്രൈബേഴ്സിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് പോവുള്ളൂ. ഇതിന്റെ താഴെ ഷോർട്സ് സാമ്പിളിംഗ് എന്നൊരു
സെക്ഷൻ കാണാം. ഇതാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പുതിയ ഓപ്ഷൻ. ഇത് എനേബിൾ ചെയ്താൽ നിങ്ങളുടെ വീഡിയോയുടെ ഓഡിയോ ഉപയോഗിച്ചിട്ട് മറ്റുള്ളവർക്ക് ഷോർട്സ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ നിങ്ങൾ കൊടുക്കുകയാണ്. പക്ഷേ ബൈ ഡിഫോൾട്ട് ഇത് ഓൺ ആയിരിക്കും. സോ ഇത് ടേൺ ഓഫ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ കണ്ടന്റിന് നല്ലത്. ബിക്കോസ് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയ കണ്ടന്റ് വേറൊരാൾ റീയൂസ് ചെയ്താൽ അതിന്റെ മുകളിൽ നിങ്ങൾക്ക് ഒരു കൺട്രോളും ഉണ്ടാവില്ല. ഇത് ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഡിയോ ഉപയോഗിച്ചിട്ട് ആരൊക്കെ ഷോർട്സ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ യൂട്യൂബിൽ നിന്ന് പോകും. സോ ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ. പക്ഷേ നിങ്ങൾ ഷോർട്സ് വീഡിയോസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ ഇത് ടേൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇത് യൂട്യൂബ് ഷോർട്സിനെ കൂടുതൽ ടിക്ടോക്ക് പോലെ ആക്കാൻ വേണ്ടിയിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫീച്ചറാണ്. പക്ഷേ ചിലപ്പോൾ ഉണ്ടല്ലോ, ഇപ്പൊ നിങ്ങളുടെ ഓഡിയോ ഉപയോഗിച്ചിട്ട് ആരെങ്കിലും ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് വൈറലായാൽ നിങ്ങളുടെ വീഡിയോക്കും റീച്ച് കൂടാൻ ചാൻസ് ഇല്ലേ? ഇതൊരു സാധ്യത മാത്രമാണ്. അതിന്റെ ഡാറ്റയൊക്കെ കിട്ടിയാലേ ഇത് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ വീഡിയോ കാറ്റഗറി മെൻഷൻ ചെയ്യുക. ഇത് അത്ര തല പുകക്കേണ്ട കാര്യമൊന്നുമല്ല. ഏകദേശം നിങ്ങളുടെ വീഡിയോ വരുന്ന ഏതെങ്കിലും ഒരു കാറ്റഗറി കൊടുത്താൽ മതി. ഇത് ബേസിക്കലി നമ്മുടെ ചാനലിൽ ആഡ്സ് ഇടുന്ന അഡ്വർടൈസേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ ക്രിക്കറ്റിനെ പറ്റിയിട്ട് ഉള്ള വീഡിയോസ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി സ്പോർട്സ് കൊടുത്താൽ കൂടുതൽ ക്രിക്കറ്റ് റിലേറ്റഡ് ആഡ്സ് നിങ്ങളുടെ വീഡിയോസിൽ വരാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് കൂടുതൽ റവന്യൂ കിട്ടാനും ചാൻസ് ഉണ്ട്. പക്ഷെ ചിലപ്പോൾ നിങ്ങളുടെ ചാനലിലെ അല്ലെങ്കിൽ വീഡിയോനെ ഇങ്ങനെ ഒരു സ്പെസിഫിക് കാറ്റഗറിയിൽ കൊണ്ടുപോയി മെൻഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനോട് ഏറ്റവും സാമ്യമുള്ള ഏതെങ്കിലും ഒരു കാറ്റഗറി സെലക്ട് ചെയ്താൽ മതി. കമന്റ്സ് ആൻഡ് റേറ്റിംഗ്സിൽ എപ്പോഴും ഹോൾഡ് ഇൻഅപ്രോപ്രിയേറ്റ് കമന്റ്സ് ഫോർ റിവ്യൂ കൊടുക്കുന്നതാണ് നല്ലത്. അപ്പൊ യൂട്യൂബിന് സംശയം തോന്നുന്ന കമന്റ്സ് എല്ലാം അവര് റിവ്യൂ സെക്ഷനിലേക്ക് വിടും. എല്ലാ കമന്റ്സും അലൗ ചെയ്യാൻ അലൗ ഓൾ സെലക്ട് ചെയ്യുക. എല്ലാ കമന്റ്സും റിവ്യൂ ചെയ്യാൻ ഹോൾഡ് ഓൾ എന്ന ഓപ്ഷൻ. ഇനി കമന്റേ വേണ്ടെങ്കിൽ ഡിസേബിൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഹോൾഡ് ഓൾ കമന്റ്സോ അല്ലെങ്കിൽ ഹോൾഡ് ഇൻഅപ്രോപ്രിയേറ്റ് കമന്റ്സോ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഹെൽപ്പ് ഫോർ റിവ്യൂ എന്ന സെക്ഷനിലായിരിക്കും ഈ കമന്റ്സ് എല്ലാം ഉണ്ടാവുക. സോർട്ട് ബൈ എന്നത് നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ ഏത് ഓർഡറിലാണ് കമന്റ്സ് കാണിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ലൈക്സും റിപ്ലൈസും ഉള്ള കമന്റ്സ് ആദ്യം വേണമെങ്കിൽ ടോപ്പ് കമന്റ്സ് കൊടുക്കാം. അല്ലെങ്കിൽ ന്യൂവസ്റ്റ് ഫസ്റ്റ് കൊടുത്താൽ ഏറ്റവും ലേറ്റസ്റ്റ് കമന്റ് ഫസ്റ്റ് വരും. പിന്നെ വീഡിയോ റേറ്റിംഗ്, അതായത് വീഡിയോക്ക് കിട്ടുന്ന ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക് കാണിക്കണമെങ്കിൽ അതിന് താഴെയുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ഓൾറെഡി യൂട്യൂബ് കാണിക്കില്ല എന്നുള്ള ഒരു അപ്ഡേറ്റ് വന്നായിരുന്നു. അപ്പൊ അത് വന്നു കഴിയുമ്പോൾ ഇത് ലൈക്സിനെ മാത്രം ബാധിക്കുള്ളൂ. പിന്നെ വീഡിയോ കാണിക്കുന്ന സെക്ഷനിൽ നിങ്ങളുടെ വീഡിയോ URL കോപ്പി ചെയ്യാൻ പറ്റും. ഓൾസോ ഇത് നിങ്ങളുടെ വീഡിയോ ഫയലിന്റെ പേരാണ്. ഇത് നിങ്ങളുടെ വീഡിയോ ടൈറ്റിൽ തന്നെ വെച്ചാൽ കൂടുതൽ വ്യൂസ് കിട്ടുമെന്നൊന്നുമില്ല കേട്ടോ. എല്ലാം കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ മോണിറ്റൈസേഷൻ ഇനേബിൾ ചെയ്ത ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അടുത്തത്. ഈ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാരുടെയും ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കീപ് വർക്കിംഗ്. സോ ഇത് ഞാൻ വീഡിയോയുടെ എൻഡിൽ പറഞ്ഞുതരാം. ഇവിടെ ഞാൻ മോണിറ്റൈസേഷൻ ഓഫ് ആക്കി ജസ്റ്റ് നെക്സ്റ്റ് അടിക്കുകയാണ്. ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ അപ്ലോഡ് ഫ്ലോയിൽ തന്നെ ചെയ്യണം നിർബന്ധമില്ല. അത് അപ്ലോഡ് ചെയ്തതിന് ശേഷവും നിങ്ങൾക്ക് ചെയ്യാം. അതെങ്ങനെയാണെന്നും ഞാൻ വീഡിയോയുടെ എൻഡിൽ പറഞ്ഞുതരാം. അടുത്ത സെക്ഷനിലാണ് വീഡിയോ എലമെന്റ്സ് ആയിട്ടുള്ള സബ്ടൈറ്റിൽസ്, ഐ ബട്ടൺ അല്ലെങ്കിൽ ഇൻഫോ കാർഡ്സ് ആൻഡ് എൻ സ്ക്രീൻ കൊടുക്കേണ്ടത്. നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് വേറൊരു വീഡിയോ ഓർ പ്ലേലിസ്റ്റ് ഓർ ലിങ്ക്സ് ഇതുപോലെ കൊടുക്കുന്നതാണ് എൻ സ്ക്രീൻ. സെയിം സാധനങ്ങൾ തന്നെ വീഡിയോയുടെ ഇടക്ക് ഐ ബട്ടണിൽ കൊടുക്കാൻ വീഡിയോ കാർഡ്സ് വേണം. ആൻഡ് സബ്ടൈറ്റിൽസ് പിന്നെ അറിയാലോ, ഈ സാധനം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്യാൻ അതിന്റെ സൈഡിലുള്ള ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആദ്യം സബ്ടൈറ്റിൽസ്. ഇവിടെയുള്ള ഓപ്ഷൻസ് ഒന്ന് അപ്ലോഡ് ഫയൽ. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഒരു സബ്ടൈറ്റിൽ ഫയൽ ഉണ്ടെങ്കിൽ ഈ ഓപ്ഷനിൽ പോവുക. ഇവിടെ നിങ്ങളുടെ സബ്ടൈറ്റിൽ ഫയൽ വിത്ത് ഓർ വിത്തൗട്ട് ടൈമിംഗ് ആണോ എന്ന് മെൻഷൻ ചെയ്യുക. പിന്നെ കണ്ടിന്യൂ. എന്നിട്ട് നിങ്ങളുടെ ഫയൽ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ മലയാളം വീഡിയോസ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സബ്ടൈറ്റിൽ ഫയലിന് ടൈമിംഗ് മെൻഷൻ ചെയ്യൽ നിർബന്ധമാണ്. കാരണം യൂട്യൂബിന്റെ സ്പീച്ച് റെക്കഗ്നീഷൻ ടെക്നോളജിക്ക് മലയാളം ഐഡന്റിഫൈ ചെയ്തിട്ട് അത് ഓട്ടോമാറ്റിക് ആയിട്ട് സിങ്ക് ചെയ്യാൻ അറിയില്ല. ഇനി ഇംഗ്ലീഷ് വീഡിയോസ് ആണെങ്കിൽ 1 മണിക്കൂർ താഴെയുള്ള വീഡിയോസിന് ഓട്ടോമാറ്റിക് ആയിട്ട് സബ്ടൈറ്റിൽസും ടൈമും തമ്മിൽ സിങ്ക് ചെയ്യാൻ പറ്റും അവർക്ക്. അതാണ് ഇവരുടെ രണ്ടാമത്തെ ഓപ്ഷൻ. ഓട്ടോ സിങ്കിൽ പോയിട്ട് നിങ്ങൾ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. യൂട്യൂബ് ടൈമിനനുസരിച്ച് അത് സിങ്ക് ചെയ്തോളും. പക്ഷേ ഞാൻ എന്റെ വീഡിയോ മലയാളം ആക്കി വെച്ചുകൊണ്ട് അതിപ്പോൾ ഡിസേബിൾഡ് ആണ്. ഇപ്പൊ ഞാനിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്താൽ അത് എനേബിൾഡ് ആയിട്ടുണ്ട്. പക്ഷെ വീഡിയോ മലയാളം ആയിട്ട് ഇവിടെ ഇംഗ്ലീഷ് കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. നെക്സ്റ്റ് ഓപ്ഷൻ മാനുവലി നമ്മൾ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇവിടെ ഈ ടൈപ്പ് ചെയ്ത സമയം കാണിക്കേണ്ട ടൈമാണ് കൊടുക്കേണ്ടത്. ഈ ടൈമിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിന്റെ ഫോർമാറ്റ് മിനിറ്റ്സ്, സെക്കൻഡ്, ഫ്രെയിംസ് എന്നാണ്. ഇപ്പൊ 2, 10, 15 എന്നാണെങ്കിൽ അത് 2 മിനിറ്റ് 10 സെക്കൻഡ് കഴിഞ്ഞ് 15 ഫ്രെയിംസ് എന്നാണ് വായിക്കുക. സാധാരണ യൂട്യൂബ് വീഡിയോസ് എല്ലാം 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് ആണ്. അതായത് ഒരു സെക്കൻഡിൽ 30 ഫ്രെയിംസ്. പക്ഷെ ഇപ്പൊ യൂട്യൂബ് 60 ഫ്രെയിം പെർ സെക്കൻഡും അലോ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ വീഡിയോയുടെ FPS മനസ്സിലാക്കിയിട്ട് വേണം ഇവിടെ ടൈം സെറ്റ് ചെയ്യാൻ. സബ്ടൈറ്റിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഡൺ കൊടുക്കുക. വീഡിയോ കാർഡ്സ് ആഡ് ചെയ്യാനും വീഡിയോയുടെ ഏത് ടൈമിലാണ് വേണ്ടത് എന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് വീഡിയോ ആണോ, പ്ലേലിസ്റ്റ് ആണോ, ചാനലാണോ, ലിങ്ക് ആണോ എന്ന് സെലക്ട് ചെയ്യുക. അത് ഇവിടെ നിന്നും ചെയ്യാം, അല്ലെങ്കിൽ താഴെയുള്ള ഈ പ്ലസ് ഐക്കണിൽ നിന്നും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടേത് സെലക്ട് ചെയ്യാം. ഇനി വേറെ ആരുടെയും വീഡിയോ വേണമെങ്കിൽ ആ വീഡിയോ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. പ്ലേലിസ്റ്റും ചാനലും അങ്ങനെ തന്നെ. ഇതെല്ലാത്തിനും സെലക്ട് ചെയ്താൽ കസ്റ്റം മെസ്സേജ് ആൻഡ് ടീസർ എന്ന 2 ഓപ്ഷൻ കാണാം. വീഡിയോക്കും പ്ലേലിസ്റ്റിനും ഇത് ഓപ്ഷണലാണ്, ബട്ട് ചാനലിന് ഇത് കമ്പൽസറി ആണ്. ഇനി ലിങ്കിൽ നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റ് ലിങ്ക് വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ ഈ സൈറ്റിലെ കണ്ടന്റ് എല്ലാം യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണമെന്ന് മാത്രം. ഓൾസോ നിങ്ങൾ കൊടുക്കുന്ന ലിങ്കിന് ഒരു ഇമേജ്
ഒരു കോൾ ടു ആക്ഷൻ ആൻഡ് ടീസർ ടെക്സ്റ്റ് കൊടുക്കണം. ഇമേജ് ക്ലിക്ക് ചെയ്താൽ ഒന്നില്ലെങ്കിൽ അവരുടെ സൈറ്റിലെ ഇമേജ് കാണിച്ചു തരും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഇമേജും കൊടുക്കാം. പിന്നെയുള്ള ഈ ഓപ്ഷനിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ വരുന്ന മാറ്റങ്ങൾ ഇവിടെ ഐ ബട്ടണിൽ അവർ കാണിച്ചു തരും. നിങ്ങളുടെ കാർഡ് വീഡിയോയുടെ ഏത് ലൊക്കേഷനിലും വരണമെന്ന് കറക്റ്റ് ആയിട്ട് കിട്ടാൻ ഇവിടെ സൂം ഇൻ ആൻഡ് സൂം ഔട്ട് ബാർ ഉണ്ട്, അല്ലെങ്കിൽ സബ്ടൈറ്റിൽസിൽ നമ്മൾ കണ്ട പോലത്തെ ഒരു ടൈം ഫീച്ചറും ഉണ്ട്. കാർഡ്സ് എല്ലാം സെറ്റ് ആയാലും സേവ് ചെയ്യുക. ഇനി എൻ സ്ക്രീൻ എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. ഇത് ചെയ്യാൻ നിങ്ങളുടെ വീഡിയോ അറ്റ്ലീസ്റ്റ് 25 സെക്കൻഡ്സ് എങ്കിലും ഉണ്ടാവണം. ആഡ് കൊടുത്താൽ ഇവിടെ പ്രീസെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് എൻ സ്ക്രീൻ ടെംപ്ലേറ്റ്സ് ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. സോ അതിന് ആദ്യം എലമെന്റ്സ് ആഡ് ചെയ്യാൻ എലമെന്റ്സിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ താഴെയുള്ള പ്ലസ് ഐക്കൺ, അല്ലെങ്കിൽ ഈ എൻ സ്ക്രീനിലെ ഷെയ്ഡർ റീജിയനിൽ ഒന്ന് ക്ലിക്ക് ചെയ്താലും മതി. അപ്പൊ നമുക്ക് കുറെ ഓപ്ഷൻസ് കാണാം. ഈ ഓപ്ഷൻസ് എല്ലാം നമ്മൾ വീഡിയോ കാർഡിൽ പറഞ്ഞ ഓപ്ഷൻസിനോട് സിമിലർ ആണ്. പക്ഷെ സബ്സ്ക്രൈബ് ഓപ്ഷൻ അവിടെ ഇല്ല. ഇത് കൊടുത്താൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള നിങ്ങളുടെ ഒരു ചാനൽ ഐക്കൺ വെച്ചിട്ടുള്ള ഒരു കാർഡ് ഇവിടെ വരും. ഇനി ചാനൽ എന്നുള്ള എലമെന്റ് സെലക്ട് ചെയ്താൽ മറ്റുള്ള ചാനൽസിന്റെ ലിങ്ക്സ് കൊടുത്താൽ മതി. അപ്പൊ ആ ചാനൽ കാർഡ് ഇവിടെ വരും. ലിങ്ക്സും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്ന ഏത് വെബ്സൈറ്റ് വേണമെങ്കിലും കൊടുക്കാം. എൻ സ്ക്രീനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വീഡിയോവും പ്ലേലിസ്റ്റും. വീഡിയോ കൊടുത്താൽ 3 ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. മോസ്റ്റ് റീസെന്റ് അപ്ലോഡ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോസ് ഇവിടെ വരും. അത് നിങ്ങൾ എപ്പോൾ പുതിയ വീഡിയോസ് പോസ്റ്റ് ചെയ്താലും ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ അപ്ഡേറ്റഡ് ആവും. അടുത്തത് ബെസ്റ്റ് ഫോർ വ്യൂവേഴ്സ്. അതിൽ യൂട്യൂബ് നിങ്ങളുടെ വീഡിയോ കാണുന്ന ആൾക്കാരുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കി അവർ ക്ലിക്ക് ചെയ്യാൻ കൂടുതൽ ചാൻസ് ഉള്ള നിങ്ങളുടെ വീഡിയോ കാണിക്കും. ഇനി നിങ്ങൾക്ക് തന്നെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് വീഡിയോ സെലക്ട് ചെയ്യാൻ ചൂസ് സ്പെസിഫിക് വീഡിയോ എന്ന ഓപ്ഷനിൽ പോവുക. അപ്പോൾ വരുന്ന വിൻഡോയിൽ കാർഡ്സിലെ പോലെ നിങ്ങളുടെ വീഡിയോസോ അല്ലെങ്കിൽ ഇവിടെ മറ്റാരുടെങ്കിലും വീഡിയോ ലിങ്ക്സോ കൊടുക്കാം. പിന്നെ നിങ്ങളുടെ വീഡിയോസിന്റെയും പ്ലേലിസ്റ്റിന്റെയും കാർഡ്സിന്റെ വലുപ്പവും അതിന്റെ പൊസിഷനും ഒക്കെ അതിനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. എല്ലാം സെറ്റ് ആയാൽ സേവ്, ദെൻ നെക്സ്റ്റ്. ഇവിടെ വീഡിയോയിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വല്ലതും ഉണ്ടോ എന്ന് യൂട്യൂബ് ചെക്ക് ചെയ്യും. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിന്റെ പ്രശ്നങ്ങൾ യൂട്യൂബ് ഇവിടെ കാണിക്കും. സോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാം. കോപ്പിറൈറ്റ് ചെക്ക് കഴിഞ്ഞാൽ ആഡ് സ്യൂട്ടബിലിറ്റി ചെക്ക് ഉണ്ടാവും. ആഡ് സ്യൂട്ടബിലിറ്റി ചെക്ക് നടക്കുന്നത് നിങ്ങളുടെ ചാനലിൽ ആഡ്സ് ഇടാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാം ഓക്കെ ആണെങ്കിൽ അവർ ഗ്രീൻ മോണിറ്റൈസേഷൻ സിമ്പിൾ എന്നിട്ട് ഫുൾ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യും. ഇനി യെല്ലോ മോണിറ്റൈസേഷൻ സൈൻ ആണ് വരുന്നെങ്കിൽ ലിമിറ്റഡ് ആഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി റെഡ് ആണ് വരുന്നെങ്കിൽ ഒരു ആഡ്സ് പോലും വരില്ല ആൻഡ് നോ റവന്യൂ. ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നത് നിങ്ങളുടെ വീഡിയോസിൽ അവരുടെ ആഡ് പോളിസിക്ക് പറ്റാത്ത വല്ല കണ്ടന്റും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീഡിയോയിൽ നല്ല തെറി പറയുന്ന വീഡിയോ ആണെങ്കിൽ ചിലപ്പോൾ അതിന് ലിമിറ്റഡ് ആഡ്സ് മാത്രമേ കിട്ടുള്ളൂ. ഈ ആഡ് ചെക്സ് എല്ലാം നിങ്ങൾക്ക് സെൽഫ് സർട്ടിഫൈ ചെയ്യാൻ പറ്റും. അതായത് യൂട്യൂബിനോട് എന്റെ വീഡിയോയിൽ ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങളില്ല എന്ന് പറയാൻ പറ്റും. എങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും യൂട്യൂബ് നിങ്ങളുടെ വീഡിയോ ചെക്ക് ചെയ്യും. പക്ഷെ ഭാവിയിൽ നിങ്ങൾ അടിപൊളിയായിട്ട് സെൽഫ് സർട്ടിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ചെക്ക് ഒഴിവാക്കിയിട്ട് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സെൽഫ് സർട്ടിഫിക്കേഷൻ ഒക്കെ ആയിട്ട് വിടും. പക്ഷെ അതിന് നിങ്ങൾ അറ്റ്ലീസ്റ്റ് 20 വീഡിയോ എങ്കിലും കറക്റ്റ് ആയിട്ട് സെൽഫ് സർട്ടിഫൈ ചെയ്യണം. ആഡ് സ്യൂട്ടബിലിറ്റി ചെക്ക് സ്റ്റാർട്ട് ആവാൻ ആദ്യം മോണിറ്റൈസേഷൻ ഓൺ ആക്കണം. അപ്പൊ നമ്മൾ മോണിറ്റൈസേഷനെ പറ്റിയിട്ട് പറയുമ്പോൾ അതിന്റെ കൂടെ ഈ സെൽഫ് സർട്ടിഫൈ പ്രോസസ്സും കാണിച്ചു തരാം. ഈ കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഞാനൊരു കോപ്പിറൈറ്റ് ആൻഡ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ താഴെ ഗൈഡ് ലൈൻസ് എന്നൊന്ന് കമന്റ് ചെയ്യണേ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുത്താൽ വീഡിയോ വിസിബിലിറ്റി ഓപ്ഷൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ വേണമെങ്കിൽ ഇപ്പൊ തന്നെ പബ്ലിക് ആക്കാം. അപ്പോൾ അപ്ലോഡ് ചെയ്ത ഉടനെ എല്ലാവർക്കും ഇത് കാണാൻ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്താൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. വീഡിയോ വേണമെങ്കിൽ പ്രൈവറ്റ് ആക്കാം. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ജിമെയിൽ അഡ്രസ്സിലുള്ള ആൾക്കാർക്കും പിന്നെ നിങ്ങൾക്കും മാത്രമേ ഇത് കാണാൻ പറ്റൂ. അത് കഴിഞ്ഞാലാണ് അൺലിസ്റ്റഡ് വരുന്നത്. അൺലിസ്റ്റ് ചെയ്ത് വെച്ചാൽ ഈ വീഡിയോ ലിങ്ക് ഉള്ള ആർക്ക് വേണമെങ്കിലും ഈ വീഡിയോ കാണാം. ഇനി എന്തുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പബ്ലിക് ആക്കാൻ പാടില്ല എന്ന് നോക്കാം. നിങ്ങൾ എപ്പോഴും വീഡിയോസ് പബ്ലിക് ആക്കുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് 2 മണിക്കൂറെങ്കിലും അത് അൺലിസ്റ്റഡോ പ്രൈവറ്റോ ആക്കി വെക്കണം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡയറക്റ്റ് നിങ്ങൾ പബ്ലിക് ആക്കി വെച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ കോപ്പിറൈറ്റ് ചെക്സ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങളുടെ വീഡിയോയിൽ വല്ല കോപ്പിറൈറ്റ് ക്ലെയിംസോ സ്ട്രൈക്സോ കിട്ടിയോന്നൊന്നും പറയാൻ പറ്റില്ല. അത് മാത്രമല്ല നിങ്ങളുടെ ആഡ് സ്യൂട്ടബിലിറ്റി ചെക്കുകളും ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. ആഡ് സ്യൂട്ടബിലിറ്റി ചെക്ക് കംപ്ലീറ്റ് ആയാൽ മാത്രമേ നിങ്ങളുടെ വീഡിയോയിൽ ആഡ്സ് വരുള്ളൂ. അപ്പൊ നേരത്തെ നിങ്ങൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇനീഷ്യൽ റവന്യൂ മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. ഓൾസോ നമ്മുടെ വീഡിയോ പ്രോസസ് ചെയ്യാനും യൂട്യൂബ് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് പ്രോസസ് ചെയ്ത് കംപ്ലീറ്റ് ആയാൽ മാത്രമേ നിങ്ങളുടെ വീഡിയോ ഫുൾ ക്വാളിറ്റിയിൽ ആൾക്കാർക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങളുടെ വീഡിയോ നിങ്ങൾ പബ്ലിക് ആക്കാൻ വേണ്ടി 2 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. യൂട്യൂബിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നിങ്ങളുടെ വീഡിയോ പബ്ലിഷ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് സ്കെഡ്യൂൾ. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ആവേണ്ട ഡേറ്റും ടൈമും സെറ്റ് ചെയ്ത് കൊടുത്താൽ ആ കാര്യം പിന്നെ യൂട്യൂബ് നോക്കിക്കോളും. ഈ ഷെഡ്യൂൾ ചെയ്ത ടൈമിന് മുമ്പ് വരെ നിങ്ങളുടെ വീഡിയോസ് പ്രൈവറ്റ് ആയിരിക്കും. പക്ഷേ അതിൻ്റെ താഴെ സെറ്റ് ആസ് പ്രീമിയർ എനേബിൾ ചെയ്താൽ നിങ്ങളുടെ വീഡിയോക്കായിട്ടൊരു വാച്ച് പേജ് യൂട്യൂബ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതിൽ നിങ്ങളുടെ വീഡിയോ റിലീസ് ആവുന്ന ഡേറ്റ് ആൻഡ് ടൈം കാണിക്കും. ഓൾസോ പ്രീമിയർ പബ്ലിക് ആവുന്ന ടൈമിന്റെ 30 മിനിറ്റ് മുമ്പ് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ പോകും. പിന്നെ പ്രീമിയർ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ ഓഡിയൻസിന് ഒരുമിച്ചിരുന്നിട്ട് ഈ വീഡിയോ കാണാം. അവർക്ക് ലൈവ് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഒരു പ്രീ റെക്കോർഡഡ് ലൈവ് ഷോ പോലെ. ലാസ്റ്റ് അവരൊരു നോട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഇത് മെയ്ഡ് ഫോർ കിഡ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യാനോ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് എല്ലാം ഓക്കെ ആണെന്ന്
ഉറപ്പ് വരുത്താനുമായിട്ടാണ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്ലിക്ക് സേവ് ആൻഡ് ഡൺ. ഇങ്ങനെയാണ് ഒരു യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ആയ ശേഷം യൂട്യൂബ് സ്റ്റുഡിയോയിൽ കണ്ടന്റ് സെക്ഷനിൽ പോയി നിങ്ങളുടെ വീഡിയോസിന്റെ സൈഡിലുള്ള എഡിറ്റ് അല്ലെങ്കിൽ പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വീഡിയോ അൺലിസ്റ്റഡിൽ നിന്ന് മാറ്റി പബ്ലിക് ആക്കാനും ഷെഡ്യൂൾ ചെയ്യാനും പറ്റും. നമ്മൾ നേരത്തെ ചെയ്ത എന്ത് കാര്യം വേണമെങ്കിലും ഇവിടെ നിങ്ങൾക്ക് മാറ്റാം, ഒരു കാര്യം ഒഴിച്ച്. അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അതിനു മുമ്പ് നമുക്ക് ചാപ്റ്റേഴ്സ് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം, ഒന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമന്റ്സിൽ. എന്തായാലും ഫോർമാറ്റ് ഒന്നാണ്. ഇതുപോലെ ചാപ്റ്റേഴ്സിന് ഒരു സ്റ്റാർട്ടിംഗ് ടൈം കൊടുക്കുക, അതിനുശേഷം ചാപ്റ്റർ നെയിം കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ വീഡിയോയുടെ ഈ പ്ലേ ബാർ ചാപ്റ്റർ വൈസ് ഡിവൈഡ് ആവും. ചാപ്റ്റേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ചാപ്റ്റർ എപ്പോഴും 0000 തുടങ്ങണം. പിന്നെ നിങ്ങളുടെ വീഡിയോയിൽ അറ്റ്ലീസ്റ്റ് 3 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ടൈം സ്റ്റാമ്പ്സ് ഉണ്ടാവണം. അത് ഓർഡറിലും കൂടി ആയിരിക്കണം. അതായത് ആദ്യം 1 മിനിറ്റ് ഇട്ടിട്ട് പിന്നെ 30 സെക്കൻഡ് ഇടാൻ പാടില്ല. അത് കറക്റ്റ് അതിന്റെ ഓർഡറിൽ തന്നെ വരണം. പിന്നെ മൂന്നാമതായിട്ട് നിങ്ങളുടെ ചാപ്റ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അറ്റ്ലീസ്റ്റ് 10 സെക്കൻഡെങ്കിലും ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇവിടെ വേണ്ട മാറ്റങ്ങളെല്ലാം വരുത്തിയ ശേഷം സേവ് ചെയ്യുക. ഇനി മോണറ്റൈസേഷൻ ടാബിൽ പോയാൽ ഇവിടെ നിങ്ങളുടെ മോണറ്റൈസേഷൻ ഓൺ ആക്കാം. അപ്പൊ തന്നെ ആഡ് സ്യൂട്ടബിലിറ്റി ചെക്ക് തുടങ്ങും. സെൽഫ് സർട്ടിഫൈ ചെയ്യാനുള്ള ഓപ്ഷനും പോപ്പപ്പ് ആയിട്ട് വരും. ഈ സെൽഫ് സർട്ടിഫൈ വിൻഡോയിൽ ഓരോ ഓപ്ഷനിലും പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ വീഡിയോയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ സെലക്ട് ചെയ്യണം. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ഏറ്റവും താഴെ നൺ ഓഫ് ദി എബോവ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. അത് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് വേണ്ട ആഡ്സ് ഒക്കെ ഇവിടെ സെലക്ട് ചെയ്യാം. എല്ലാം സെലക്ട് ചെയ്താൽ മാക്സിമം റവന്യൂ കിട്ടും. അതിനുശേഷം നിങ്ങളുടെ വീഡിയോയുടെ എവിടെ ഒക്കെ ആഡ്സ് വേണമെന്ന് സെലക്ട് ചെയ്യാം. നിങ്ങളുടെ വീഡിയോ 8 മിനിറ്റിന്റെ മുകളിലാണെങ്കിൽ അതിന്റെ ഇടയിലും നിങ്ങൾക്ക് ആഡ്സ് കൊടുക്കാം. ആ ആഡ്സ് കൊടുക്കണ എക്സാക്ട് പൊസിഷൻ വരെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ യൂട്യൂബ് അത് ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്യും. ആഡ് പൊസിഷൻസ് സെറ്റ് ചെയ്യാൻ മാനേജ് മിഡ് റോൾ ആഡ്സ്. അവിടെ പോയാൽ നമ്മൾ നേരത്തെ വീഡിയോ കാർഡ്സിൽ കണ്ട പോലെ ആഡ്സ് കാണിക്കേണ്ട ടൈം സെറ്റ് ചെയ്യാം. എന്നിട്ട് ആഡ് ബ്രേക്ക് കൊടുക്കുക. ഇനി മിഡ് റോൾ ആഡ്സ് യൂട്യൂബ് തന്നെ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്ലീസ് ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യുക. എല്ലാം കഴിഞ്ഞാൽ കണ്ടിന്യൂ ആൻഡ് സേവ്. ഇനി പോയി കിടന്നുറങ്ങുക. ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനലിലെ ഇമ്പോർട്ടൻറ്റ് സെറ്റിംഗ്സ് സെറ്റ് ചെയ്തോന്ന് അറിയില്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇനി ഈ യൂട്യൂബ് ബേസിക്സ് പ്ലേലിസ്റ്റിലെ ബാക്കി വീഡിയോസ് കാണാൻ ഇവിടെ ക്ലിക്ക് ചെയ്യൂ. ഒരു കാര്യം മറന്നു, നിങ്ങളുടെ വീഡിയോ പെട്ടെന്ന് അപ്ലോഡ് ആവണമെങ്കിൽ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത സെറ്റിംഗ്സിലെ നിങ്ങളുടെ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാവും. ആ സെറ്റിംഗ്സിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ വെറുതെ നിങ്ങളുടെ വീഡിയോയുടെ ബിട്രേറ്റ് കൂട്ടി സൈസ് കൂട്ടിയോണ്ട് ഒരു കാര്യമില്ല.